ഒരു മുംബൈയിലാണെങ്കിൽ വൈജയന്തിക്ക് സത്യമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വൈജയന്തിയാണെങ്കിൽ മക്കളോട് ചോദിക്കാനായിട്ടൊരുങ്ങുകയാണ്. എന്താണ് അലീനയെ സംബന്ധിച്ചിട്ടുള്ള ആ വലിയ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം എനിക്കൊന്നും അറിയില്ല എന്ന് ബബിത പറയാണ് കേട്ടോ. അപ്പോൾ നിനക്കോ കൃഷ്ണേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചിക്കറിയാത്തത് പിന്നെ എനിക്കറിയോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ മനു ആണെങ്കിൽ ബാലേന്ദ്രനോട് പറഞ്ഞു വെക്കുന്നുണ്ട്, അലീന അങ്കിളിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അലീന എന്ന മകളും അങ്കിളിനുണ്ട് എന്ന് അങ്കിൾ ഒരിക്കലും മറക്കരുത്. അലീന എന്നെ വിളിക്കുമ്പോഴൊക്കെ ഓർമ്മിപ്പിക്കുന്നത് അങ്കിളുടെ കാര്യം തന്നെയാണ്, അങ്കിളിനെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ എനിക്കറിയാടാ മനു അവളുടെ ഉത്കണ്ഠ, അവളുടെ അവലാതി. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്കറിയാം. കാരണം അവളെന്നെ അവളുടെ അച്ഛനെ പോലെ തന്നെയാണ് കാണുന്നത് എന്നും എനിക്കറിയാം. കൂടാതെ അവളുടെ ആകുലതയ്ക്ക് പരിഹാരം കാണാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അവളെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെയാണെങ്കിലോ നമ്മുടെ അലീനയുടെ അടുത്ത് ബൈ പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ പോവാണ്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അധികം വൈകാതെ തന്നെ വരും, നീ ഒറ്റയ്ക്കൊന്നുമല്ല, ഞാൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ലാലിച്ചനെ ശരിയാക്കി എടുക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ശരി വല്യപ്പച്ച, നമുക്ക് എല്ലാം ശരിയാക്കണമെന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമെങ്കിൽ നമ്മുടെ അലീന വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ പോകുമ്പോൾ എത്ര ദിവസമുള്ള കൂട്ട് ഒറ്റയടിക്ക് ഇല്ലാതാകുമ്പോഴുള്ള ഒരു സങ്കടമുണ്ടല്ലോ, ആ സങ്കടം. ഇതിനിടയിലാണ് വല്യപ്പച്ചൻ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ബാലേന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അലീനയോട് പറയാണ്, മോളെ നിനക്ക് സുഖം തന്നെയല്ലേ, പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ അവിടെ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല പപ്പ, ഞാൻ ഓക്കെ തന്നെയാണ്, അവിടെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ കുഴപ്പം, വൈജയന്തി എന്നൊരു മാരണമുണ്ട്, അവളാണ് ഏറ്റവും വലിയ പ്രശ്നവും കാര്യങ്ങളും, അല്ലെങ്കിൽ യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഇവിടെ ഇല്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് എന്തിനാ അച്ഛാ അങ്ങനെ മാറണമെന്നൊക്കെ പറയുന്നത്, അവരുടെ തെറ്റ് തിരിച്ചറിയുന്നൊരു സമയം വരും, അപ്പോൾ അച്ഛന് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീനയുടെ അടുത്ത് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, സ്റ്റാലിൻ്റെ വീട് എങ്ങനെയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് സമയമാണെങ്കിൽ വീട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛാ, പക്ഷേ ഉണ്ടല്ലോ പപ്പ ഭയങ്കര മദ്യപാനമാണെന്നേ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മോളെ എന്നിട്ട് നിനക്ക് മാറ്റാനായിട്ട് സാധിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ ഇതേ സമയമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, പലതവണ പലകുറി പറഞ്ഞു നോക്കി ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ നിന്നെക്കൊണ്ട് പറ്റും, നീ നാഞ്ഞ് പരിശ്രമിച്ചാൽ അയാളുടെ അതായത് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മദ്യപാനം നിർത്താനായിട്ട് നിന്നെക്കൊണ്ട് കഴിയുമെന്ന് പറയുമ്പോൾ അതിന് സാധിക്കുമെന്നുള്ള സംശയത്തിലാണ് പപ്പ എന്ന് അലീന പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. മോളെ നിനക്കറിയാലോ, ഇപ്പം നിനക്ക് മമ്മിയുണ്ട് പപ്പയുണ്ട്, മമ്മിക്ക് കാര്യമൊന്നും അറിയില്ലെങ്കിലും പപ്പയ്ക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് പപ്പയുടെ ജീവനും ജീവിതവും നിനക്ക് വളരെ വിലപ്പെട്ടതാണ്, നിൻ്റെ പപ്പയെ നീ തന്നെ സംരക്ഷിക്കണമെന്ന് അലീനയോട് ബാലചന്ദ്രൻ പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അലീനയ്ക്ക് ഏതാണ്ട് 100% മനസ്സിലാകുന്നുണ്ട് എന്ന് കാണാൻ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയാണെങ്കിൽ സുഖമായി തന്നെ ഇരിക്കുകയാണെങ്കിലും പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ പനി, ഒരു ചെറിയ അസ്വസ്ഥത
അലീനയെ പിടികൂടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് വരികയാണ് എന്ന് കാണാൻ കഴിയും. അലീനയോട് വല്യപ്പച്ചൻ പോയ പിന്നെ സംസാരിച്ചിട്ടില്ല. അലീനയോട് ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, അവളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് ചെല്ലുമ്പോൾ അലീനയാണെങ്കിൽ പഞ്ചിച്ച് വിറച്ചിരിക്കുന്നത് കണ്ട സ്റ്റാലിൻ്റെ മനസ്സിൽ അലീനയോടുള്ള തൻ്റെ മകളോടുള്ള വാത്സല്യം അണപൊട്ടി ഒഴുകുന്നതും സ്റ്റാൻലി അലീനയെ പരിചരിക്കാൻ തുടങ്ങുന്നതും മകളെ സംരക്ഷിക്കാൻ തുടങ്ങുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അച്ഛൻ്റെ തണൽ അലീന അനുഭവിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ്